السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون، قال الله سبحانه وتعالى في كتابه الكريم: والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഉറച്ചു നിൽക്കാൻ അത്യാവശ്യമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. കഴിഞ്ഞ ഖുതുബ അതിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിലനിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ അല്ലാഹുവിനെ പൂർണ്ണമായ രീതിയിൽ അനുസരിക്കുക എന്നതാണ് കഴിഞ്ഞ ഖുതുബയുടെ ഒരു ചുരുക്കം. എന്നാൽ അല്ലാഹുവിൻ്റെ ദീനിൽ നിന്ന് നമ്മളെ എടുത്തെറിയുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മളെ പുറത്തേക്കാക്കി കളയുന്ന ചില കാര്യങ്ങൾ. ആ കാര്യങ്ങളെ കൂടി നമ്മൾ നമ്മളുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതുണ്ട്. പിടിച്ചു നിർത്തുന്നത് പോലെ പുറത്തേക്ക് കളയുന്നവയെ ഒഴിവാക്കുകയും അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫലമ്മാ സാഗൂ അസാഗ അല്ലാഹു ഖുലൂബഹും, അവർ തെറ്റിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. വല്ലദീന ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് അവരെതിരെ നിന്നാൽ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഫിത്ന ബാധിക്കുന്നത് അവർ പേടിച്ചു കൊള്ളട്ടെ. ഉലമാക്കൾ പറഞ്ഞു, ഇമാം അഹ്മദിനെ പോലെയുള്ള ഇമാമിങ്ങൾ പറഞ്ഞു, അൽ ഫിത്നതു അൽ കുഫർ, അൽ ഫിത്നതു അശ്ശിർക്ക് എന്നൊക്കെ അവർ പറഞ്ഞത് കാണാം. ഫിത്ന എന്നാൽ അത് ശിർക്കാണ്, കുഫറാണ്. അതായത് നമ്മളുടെ ദീനിൽ നിന്നും തിന്മകൾ, നമ്മൾ തെറ്റു ചെയ്യുക എന്നത്, അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുക എന്നത്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് ദീനിൽ നിന്നും നമ്മൾ പുറത്തേക്ക് പോയിട്ടായിരിക്കാം എന്നത് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ. ഇതുമാത്രമല്ല, ഒരുപാട് ആയത്തുകൾ ഈ വിഷയ സൂചകമായി ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ ആ കൽപ്പിച്ച ഒരു കൽപ്പന, അതല്ലെങ്കിൽ വിരോധിച്ച ഒരു വിലക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത്, അത് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും പുറത്താക്കി കളയുന്ന വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിലേക്കാണ് നമ്മളൊന്ന് എത്തി നോക്കുന്നത് ഇന്ന് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യു ദംബി അക്ബർ, ഏറ്റവും വലിയ തിന്മ അതേതാണ്, ഏറ്റവും വലിയ തിന്മ ഏതാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമനായി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരാളെ നീ സങ്കല്പിക്കലാണ്, വെക്കലാണ്. വഹുവ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ട് നീ അല്ലാഹു എന്നൊരു പങ്കുകാരനെ വെക്കലാണ്, ഒരു കൂട്ടുകാരനെ വെക്കലാണ് ഏറ്റവും വലിയ തിന്മയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ മനുഷ്യൻ ചോദിച്ചു, സുമ്മ ഐ, പിന്നെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖ്തുല വലദക മഖാഫത അൻ യത്അമ മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമല്ലോ എന്ന് പേടിയാൽ നീ നിന്റെ മകനെ കൊല്ലലാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് സ്വന്തം മക്കളെ കൊല്ലലാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ മനുഷ്യൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ എന്താണ് അല്ലാഹുവിൻ്റെ റസൂലെ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അൻ തുസാനിയ ഹലീലത ജാരിക്, നിന്റെ അയൽവക്കക്കാരൻ്റെ ഭാര്യയുമായി നീ കിടപ്പറ പങ്കിടലാണത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഉലമാക്കൾ പറഞ്ഞു, അതിൻ്റെ അല്ലെങ്കിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിലാണ് നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്ത്, വല്ലദീന യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച്, ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുകയാണ്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അള്ളാഹുവിൻ്റെ കൂടെ വേറൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഒരു ജീവനെ അവർ അന്യായമായി കൊല്ലുകയില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. വമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും അത് ചെയ്താൽ യൽഖ അസാമ, അവൻ അതിൻ്റെ പാപഫലം അനുഭവിക്കേണ്ടി വരുന്നതാണ്. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, അവൻ അതിൻ്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി അതിൻ്റെ ശിക്ഷ അവൻ വാങ്ങേണ്ടി വരും അന്ത്യദിനത്തിൽ. വയഖ്ലുദു ഫീഹി മുഹാന, നിന്ദ്യനായിക്കൊണ്ട് അപമാനിതനായിക്കൊണ്ട് അവൻ നാളെ പരലോകത്ത് എന്നെന്നും ജീവിക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പക്ഷേ ചിലരൊഴികെ, ഇല്ലാമൻ താബ, തൗബ ചെയ്തവരൊഴികെ, ഇല്ലാമൻ താബ വ ആമന, എന്നിട്ട് വിശ്വസിക്കുകയും വഅമില അമലൻ സാലിഹ, എന്നിട്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്തവരും ഒഴികെ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർക്കാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകളെ നന്മകളാക്കി നൽകുന്നത്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ തിന്മയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം നമ്മളെ പഠിപ്പിച്ച തിന്മ ഒന്നാമതായി, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്ന തെറ്റാണ്. സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം സമുദായത്തിലേക്ക് നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കണം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ തിന്മയായി ഒന്നാമതെണ്ണിയ ആ തിന്മയുടെ പേര് സമൂഹത്തിലേക്കൊന്ന് ചോദിച്ചു നോക്കണം. എന്താണ് ഇതെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ് ശിർക്ക് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം സമൂഹത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിക്കുമോ എന്ന് ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ആർക്കും ശിർക്ക് എന്തെന്നറിയില്ല, ആർക്കും തൗഹീദ് എന്തെന്നറിയില്ല, ആളുകളെ അത് പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്ന ആളുകളെ പഴഞ്ചന്മാരെന്ന് വിളിക്കുക, പഠിപ്പിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നവരാണ്, ഭിന്നതയുണ്ടാക്കുന്നവരാണ് എന്ന് ആക്ഷേപിക്കലുമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വ്യഭിചാരം എന്ന തിന്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കളവ് എന്ന തിന്മയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗീബത്ത് എന്ന തിന്മയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്ന് വേണ്ട പലവിധ
അപകടകരമായ തിന്മകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ ഏറ്റവും വലിയ തിന്മയെക്കുറിച്ച് നിനക്കെന്തറിയാമെന്ന് ചോദിച്ചാൽ അതിനുത്തരം അവൻ അറിയില്ല എന്നതായിരിക്കും. ശിർക്ക് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അവൻ അറിയുകയില്ല. പല ആളുകളും പറയുന്നത് ശിർക്ക് 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 എന്ന് മുസ്ലിം സമൂഹത്തിനോട് പറയേണ്ട ആവശ്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദഅവത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ലെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം, പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾ വിജയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ദഅവത്ത് 23 വർഷം ദഅവത്ത് നടത്തിയതിനു ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയതിനു ശേഷം, വലിയ വലിയ പണ്ഡിതന്മാരായ സ്വഹാബികൾ ഉണ്ടായതിനു ശേഷം മരണശയ്യയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിരിക്കുകയാണ്. 23 വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുകയാണ്. അവിടെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. എന്താണ്? ജൂത ക്രിസ്ത്യാനികൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനക്കുള്ള സ്ഥലങ്ങളാക്കി മാറ്റിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ കിടക്കയിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഷിർക്കിലേക്ക് എൻ്റെ ഉമ്മത്ത് പോയി പോകരുത്, ഒരിക്കലും അതിലേക്ക് ഇനി വീണു പോകരുത് എന്ന അവസാന ശ്വാസത്തിനടുത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം അതായിരുന്നു, പഠിപ്പിച്ചതായിരുന്നു. 23 വർഷം നീണ്ട ജീവിത കാലഘട്ടത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു. മദീനയിലേക്ക് എത്തുന്നതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു കാര്യങ്ങളൊന്നും പഠിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തൗഹീദിലേക്ക് മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത്. ശിർക്കിനെ ഒഴിവാക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത്. എന്നാൽ ഇന്ന് ഒരു മനുഷ്യനോട് നീ ചോദിച്ചു നോക്ക്, എന്താണ് ശിർക്ക്? ശിർക്കിനെ കുറിച്ച് പഠിക്കണ്ടേ? ഇതൊക്കെ ഇപ്പോൾ പഠിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ ആർക്കാണ് അറിയാത്തത്? എന്താണെന്ന് ചോദിച്ചാൽ അറിയുകയുമില്ല. എന്നാൽ ഇതൊക്കെ പറഞ്ഞ് സമയം കളയേണ്ട നേരമാണോ? ഇതൊക്കെ പറഞ്ഞ് തല്ല് കൂടേണ്ട നേരമാണോ? ലോകത്ത് മറ്റൊന്നൊക്കെ നടക്കുന്നു. ആളുകൾ ഫലസ്തീനിൽ മരണപ്പെടുകയാണ്. ആളുകൾ അതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ ലോകത്ത് നടക്കുകയാണ്. അതുപോലെ തന്നെ കളവും കൊലപാതകങ്ങളും പെരുകിയിരിക്കുന്നു. മയക്കുമരുന്നും അതുപോലെ തന്നെയുള്ള വൃത്തികേടുകളും പെരുകിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നുമല്ലേ നിനക്ക് പറയാനുള്ളത്? തീർച്ചയായും അതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത് തന്നെ. എന്നാൽ ഒരിക്കലും ശിർക്കിനെ കുറിച്ച് മറന്നുകൊണ്ടാകരുത് മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള നമ്മളുടെ പോക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ശിർക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ മറ്റൊരു തിന്മയെക്കുറിച്ചും പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അറിയിച്ചു തന്നു, ഇന്ന ശിർക ലദുൽമുൻ അദീം. അതുപോലെ തന്നെ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ അല്ലാഹുവിൽ ശിർക്ക് വെച്ചത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, ലോകത്തെ ഏറ്റവും നന്മ ചെയ്ത മനുഷ്യനാരെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹത്തോളം നന്മകൾ ചെയ്ത ഒരാളും ലോകത്ത് ജീവിച്ചിട്ടില്ല, ഒരു മനുഷ്യനും പിറന്നിട്ടില്ല. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ലഇൻ അശ്റക്ത, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ ഏറ്റവും വലിയ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. എങ്കിൽ എന്നെയും നിങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ കുടുംബക്കാരോടും എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക,
അതല്ലാത്ത എന്തും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. തൗബയില്ലാതെ, ശിർക്കിൽ നിന്നും മുക്തി നേടാതെ, തൗഹീദിലേക്ക് പ്രവേശിക്കാതെ, യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനും പുറത്തു കൊടുക്കാത്ത പാപമാണ് ശിർക്ക് എന്നതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ പിതാവായി നമുക്ക് പഠിപ്പിച്ചു തന്ന, അതുപോലെ തന്നെ മുവഹിദീങ്ങളുടെ നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം, എല്ലാവരും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാത പിന്തുടരണമെന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം, തൗഹീദ് എന്താണെന്ന് വരച്ച നമുക്ക് പഠിപ്പിച്ചു തന്ന ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, വജുനൂബനി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും, അതായത് എൻ്റെ സന്താനങ്ങളെയും അള്ളാഹുവേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്ന് ദുആ ചെയ്യുന്നത് രണ്ട് നബിമാരുടെ പിതാവായ നബിയാണ്. തൻ്റെ രണ്ട് മക്കളും നബിമാരാണ്. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലാണ് അമ്പിയാക്കൾ ഒരുപാടുണ്ടായത്. ആ നബി പറയുകയാണ്, എന്നെയും മക്കളെയും അള്ളാഹുവെ നീയല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്തത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. സഹോദരങ്ങളെ, ശിർക്ക് അത് നമ്മളുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമെന്നത് ഏതൊരാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ചാൽ, അള്ളാഹുവിന്റെ കിതാബ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുമെന്ന് മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കിതാബ് പഠിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യം അതിതാ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ, ഏറ്റവും കൂടിയ അവസ്ഥയിൽ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് വ്യാപരിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനാകും. കാരണം സഹോദരങ്ങളെ, ലോകത്ത് അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ മറ്റുള്ള ആളുകളെ പങ്കുചേർക്കുന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് എവിടെ വരെ എത്തിയെന്നത് നമുക്കിന്ന് സമൂഹത്തിലൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. എത്രയാണ്, എന്തൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് അവസാനം ആരാണ് പടച്ചതെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണോ, അതുപോലെ തന്നെ മടവൂരാണോ പടച്ചതെന്ന് ചോദിച്ചാൽ അവർക്കല്ലെങ്കിൽ ആ രൂപത്തിൽ പോലും അവർക്ക് തർക്കമുണ്ടാകേണ്ട അവസ്ഥ. തർക്കമുണ്ടായി എന്നല്ല, ഇതിന്റെ ആശയം അതാണ്. കാരണം ആരാണ്, മടവൂരെന്താ പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിൽ ശിർക്കിന് പിന്നെ എവിടെയാണ് ലോകത്തിലെ ആളുകൾ, മനുഷ്യർ കാത്തിരിക്കുന്നത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, അതായത് ശിർക്ക് എന്നത് എന്താണോ അത് ചെയ്യുന്ന ആളുകൾ, ആ ആളുകളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവരെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയാണ്. ആ ആളുകളെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയാണ്. ആ ആളുകളെ കുറിച്ച് മനസ്സിലാക്കിയാലേ അറഫ്തു ശർറ ലാ ലിശർരി ലാകിൻ ലിതവഖീഹി എന്ന് പറഞ്ഞതുപോലെ, തിന്മയെ ഞാൻ അറിഞ്ഞത് തിന്മ ചെയ്യാനല്ല, മറിച്ച് ആ തിന്മയിൽ വീണു പോകാതിരിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ ആ ആളുകളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിന്റെ ആളുകളായ അബൂജഹലിനെയും ഉത്ബയെയും ശൈബയെയും ഒക്കെ ഉള്ള ആളുകൾ, ആ ആളുകൾ എന്തായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരാതിരുന്നിട്ടില്ല, മറിച്ച് വിശദീകരിച്ച് തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവസ്ഥ പറയുകയാണ്, വഇദാ റകിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരെങ്ങാനും കപ്പലിൽ പ്രവേശിച്ചാൽ, അവർ കപ്പലിൽ കയറി കടലിൽ യാത്ര തുടങ്ങിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, ഇനി അവർ രക്ഷപ്പെട്ട് കരയിലേക്ക് വന്നാലോ ഇദാ ഹും യുശ്രികൂൻ, അവരതാ ശിർക്ക് ചെയ്യുകയാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുകയാണ്. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? മുശ്രിക്കുകളെന്ന് നമുക്ക് ഒരു സംശയത്തിനും വകയില്ലാതെ വിളിക്കാവുന്ന ആളുകൾ. ആ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദഅവുല്ലാഹ്, അല്ലാഹുവിനെ അവർ വിളിക്കുന്നു, മുഖ്ലിസീൻ, ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി, ഒരു കേടുമില്ലാതെ, മറ്റൊരാളെയും പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ വിളിക്കുകയാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ വിളിക്കുന്നു. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, ഇനി കരയിലേക്ക് വിട്ടാലോ, അവർ രക്ഷപ്പെട്ടെത്തിയാലോ ഇദാ ഹും യുശ്രികൂൻ, അവരതാ ശിർക്ക് ചെയ്യുന്നു. സഹോദരങ്ങളെ, എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ആളുകൾ പല ദുർവ്യാഖ്യാനങ്ങളും ഇത്തരം കാര്യങ്ങൾക്ക് നൽകി. ആ ആളുകൾ വിചാരിച്ചിരുന്നത് രണ്ട് അല്ലാഹു ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ തന്നെയാണ് ലാത്തയെന്നും ഉസ്സയെന്നും മനാത്തയെന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്നൊക്കെ നമ്മളുടെ നാട്ടിലെ ആളുകൾ വാദിക്കുകയും നമ്മളുടെ സ്വന്തക്കാരെ, നമ്മളുടെ വീട്ടുകാരെ, നമ്മളുടെ കൂട്ടുകാരെ ശിർക്കിന്റെ കുഴിയിലേക്ക് അവർ തള്ളിയിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവർ പറഞ്ഞ ന്യായം എത്രത്തോളം ദുർബലമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് ഇതാണെങ്കിൽ, അവർ അള്ളാഹുവിനെ പോലെയാണ് ലാത്തയെയും ഉസ്സയെയും കുറിച്ച് വിചാരിച്ചത് എങ്കിൽ, സഹോദരങ്ങളെ, കടലിൽ പോകുമ്പോൾ പിന്നെന്തിനാണ് അവർ ലാത്തയെ ഒഴിവാക്കുന്നത്, ഉസ്സയെ ഒഴിവാക്കുന്നത്, മനാത്തയെ ഒഴിവാക്കുന്നത്, അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നത് എന്തിനാണ്? എന്നിട്ട് കരയിലേക്ക് തിരിച്ചെത്തി സേഫായി കഴിഞ്ഞാൽ അവരുടേതായ കാര്യങ്ങളിൽ ഇവരെ കൂടെ പങ്കുചേർക്കുന്നു. പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ആർക്കും കഴിയുകയില്ല എന്ന ബോധ്യം വന്നാൽ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നു. എന്തിനാണത്? കാരണം ലാത്തക്ക് അള്ളാഹുവിന്റെ പോലെ കഴിവില്ല, ഉസ്സക്ക് അള്ളാഹുവിന്റെ പോലെ കഴിവില്ല, മനാത്തക്ക് അള്ളാഹുവിനെ പോലെ സഹായിക്കാനാവുകയില്ല. ലാത്തയും ഉസ്സയും മനാത്തയും അതുപോലെ തന്നെ ഹുബലുമൊന്നും അള്ളാഹു കേൾക്കും പോലെ കേൾക്കുകയില്ല എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. മറിച്ച് അവർ അള്ളാഹുവിന്റെ കഅബാലയത്തിൽ അവർ ഹജ്ജിന് വേണ്ടി വന്നിരുന്നപ്പോൾ അവർ ചൊല്ലിയിരുന്ന തൽബിയത്ത് പോലും അതായിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ ഞങ്ങളിതാ ഉത്തരം നൽകി വന്നിരിക്കുന്നു, ലബ്ബൈക ലാ ശരീക ലക്, നിനക്കിതാ ഒരു പങ്കുകാരനുമില്ല, പക്ഷേ ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു പങ്കുകാരനുണ്ട്, അത് അവനും നിന്റേതാണ്, അവനും നിന്റേതാണ്. തംലികുഹു, ആ പങ്കുകാരനെ നീയാണ് ഉടമപ്പെടുത്തുന്നത്, അവന് സ്വന്തമായ ഒന്നുമില്ല. വമാ മലക, അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് നീയാണ് അതിനെ ഉടമപ്പെടുത്തുന്നതെന്ന് സമർപ്പിച്ചിട്ടായിരുന്നു അവർ വന്നിരുന്നത്. അവരായിരുന്നു പറഞ്ഞത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആളുകളെ ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് പറഞ്ഞിരുന്നവരായിരുന്നു അവർ. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചെയ്തിരുന്ന ഇബാദത്ത് എന്താണ്? അവർ ചെയ്തിരുന്ന ഇബാദത്ത് അവരുടെ വിഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടേതായ സ്ഥലങ്ങൾക്കോ സാധനങ്ങൾക്കോ സംഭവങ്ങൾക്കോ ചുറ്റും തവാഫ് ചെയ്യുക, ഇത് അവരുടെ ഇബാദത്തായിരുന്നു. നമ്മളുടെ നാട്ടിൽ ഖബറുകൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നത് കാണാൻ ഒരു പ്രയാസവുമെന്നില്ല. അതുപോലെ തന്നെ ആ ആളുകളോടായിരുന്നു അവർ ദുആ ചെയ്തിരുന്നത്. നമ്മളുടെ നാടുകളിൽ ആളുകളോട്, മറ്റുള്ള ആളുകളോടോ, ബദരീങ്ങളോടോ അതുപോലെ തന്നെയുള്ള ആളുകളോടോ, അള്ളാഹുവിന്റെ ഔലിയാക്കളോടോ ദുആ ചെയ്യുന്നത് കാണാൻ എവിടെയും വേറെ പോകേണ്ടതില്ല. അവർ ചെയ്തിരുന്ന മറ്റൊരു കാര്യമാണ് നേർച്ച വഴിപാടുകൾ ചെയ്യുക എന്നത്. നേർച്ച ചെയ്യുന്നത് ഖബറുകളിലേക്കും അതുപോലെ തന്നെ പുണ്യപുരുഷന്മാർക്കും നേർച്ച ചെയ്യുന്നത് കാണാൻ നമ്മളുടെ നാടുകളിൽ മുസ്ലിം പേരുകളുള്ള ആളുകളിൽ നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവർ ചെയ്തിരുന്ന മറ്റൊരു കാര്യമാണ് അറവ് നടത്തുക എന്നത്. ആ വലിയിന്റെ പേരിൽ അതുപോലെ തന്നെയുള്ള അവർ ആരാധിക്കുന്നത് ആരെയാണോ അവരുടെ പേരിൽ അറവ് നടത്തുക എന്നത്, അതും ഇന്നത്തെ മുസ്ലിം പേരുകളിലുള്ള ആളുകൾ ചെയ്യുന്നത് കാണാനും എവിടെയും നമുക്ക് പോകേണ്ടതില്ല. മറിച്ച് ഏതെങ്കിലും ഖബറുകളുടെയും അതുപോലെ തന്നെയുള്ള മഖ്ബറകളുടെയും ചാരത്തേക്കൊന്നും പോയാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ പലതുമാണ് ഇതൊക്കെ. സഹോദരങ്ങളെ, അവർ എന്തൊരു കാര്യമാണോ ഇബാദത്തായി ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഇവർ ചെയ്യുകയും അവർ എന്തിനു വേണ്ടിയാണോ ഇബാദത്ത് ചെയ്തിരുന്നത് അത് തന്നെ ഇവർ ഉദ്ദേശിക്കുകയും ചെയ്തിട്ട് അത് ശിർക്കാണ് ഇത് ശിർക്കല്ല എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഏറ്റവും വലിയ തിന്മ അത് ശിർക്കാണ്. അത് നമ്മളുടെ മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ആ തെറ്റിൽ നിന്ന്, തിന്മയിൽ നിന്ന് ആളുകളെ രക്ഷിക്കുക എന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനുഷ്യൻ ചോദിച്ചു, പിന്നെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശ്യത അൻ യതഅമ മഅക ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന പേടി കൊണ്ട് നിന്റെ മകനെ നീ കൊല്ലലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ആ ആയത്തിൽ നമ്മളോട് പറഞ്ഞത് വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഒരു നഫ്സിനെ അന്യായമായി കൊണ്ട് വധിക്കുക എന്നത് അത് അവർ ചെയ്യാത്തവരാണ്. ചെയ്തവൻ അതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗദിബ അല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരാണ് ഒരു മുഅ്മിനെ മനഃപൂർവ്വം കൊന്നു കളയുന്നത് ആ ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുവെച്ചിട്ടുള്ളത് തീർച്ചയായും നരകമാണ്.
അവനതിൽ നിത്യവാസിയായിരിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപം അവന്റെ മേലുണ്ട്. അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അവന് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. കൊലപാതകം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള പാപങ്ങളിൽ വളരെ വലിയ പാപമാണ്. എത്രത്തോളം ഏറ്റവും ആദ്യമായി നാളെ പരലോകത്ത് സൃഷ്ടികൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നത്, തീർപ്പ് കൽപ്പിക്കുന്നത്, സൃഷ്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും ആദ്യം തീർപ്പ് കൽപ്പിക്കുന്നത് രക്തത്തിന്റെ വിഷയമാണ്, കൊലപാതകങ്ങളുടെയും മറ്റും വിഷയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ എന്താണ്? അൻ തുസാനിയ ഹലീലത ജാരിക്, നിന്റെ അയൽവക്കക്കാരന്റെ ഭാര്യയുമായി നീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യസ്നൂൻ, അവർ ഒരിക്കലും സിന ചെയ്യുകയില്ല, വ്യഭിചരിക്കുകയില്ല. ആ ആളുകൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം അവർ അവരുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ സിനയോട്, വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. അടുത്തു പോവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, അന്യായ സ്ത്രീ, അവളെ നോക്കുക എന്നത് അതിനോട് അടുക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖുൽ ലിൽ മുഅ്മിനീന യഗ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, മുഅ്മിനീങ്ങളോട് പറയ്, അവരവരുടെ കണ്ണുകൾ താഴ്ത്തണം, അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കണം. വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അതുപോലെ തന്നെ മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് നബിയെ പറയുക, അവർ അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അന്യപുരുഷന്മാരെ നോക്കുന്നതിൽ നിന്ന് അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കട്ടെ, അവരുടെ ഭംഗികൾ ആളുകൾക്ക് പ്രദർശിപ്പിക്കാതിരിക്കട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നീ 10 സ്ത്രീകളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടലാണ്, 10 സ്ത്രീകളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടലാണ് നിന്റെ അയൽവക്കക്കാരന്റെ ഭാര്യയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അതിനാൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, നമ്മൾ നമ്മളുടെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ നോക്കുക. തീർച്ചയായും ഈ തിന്മകൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ, മുസ്ലിം സമൂഹത്തിൽ ഇന്ന് കാണപ്പെടുന്ന സാർവത്രികമായ ഒരു തിന്മയായിക്കൊണ്ട് ഇത്തരം തിന്മകൾ മാറിയിരിക്കുന്നു എന്നത് നമ്മൾ വളരെ അപകടം ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഗൗരവത്തോടു കൂടി തന്നെ ആ തിന്മകളെ നോക്കിക്കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മുസ്ലിം സമുദായത്തിൽ എന്നല്ല പൊതുവെ ലോകത്ത് വ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുള്ള കാരണം പലപ്പോഴും വ്യഭിചാരമാണ്. എന്തെന്നാൽ സ്വന്തം കുട്ടികളെ വയറ്റിലുണ്ടാകുമ്പോൾ അവരെ കൊന്നുകളയുക എന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്ഖാത്തുൽ ജനീൻ, വയറ്റിലുള്ള കുട്ടിയെ കളയുക എന്നത് അത് മുഹറമുൻ ബി ഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇജ്മാഅോടുകൂടി അത് ഹറാമാകുന്നു എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തന്റെ മജ്മൂഇൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തിൽ പറഞ്ഞതുപോലെ വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ആയത്ത് അതിനോട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതാണ് ആ കാര്യമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ്? അതാ കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളോട് അവർ ചോദിക്കപ്പെടുമ്പോൾ ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് കുറ്റത്തിനാണ് മോളെ കൊല്ലപ്പെട്ടതെന്ന് അവളോട് ചോദിക്കപ്പെടുന്ന ആ സന്ദർഭം നാളെ പരലോകത്തുണ്ടാകുമെന്ന ആ വാക്കിൽ പ്രവേശിക്കുന്ന കാര്യമാണ് ഈ വയറ്റിലുള്ള കുട്ടിയെ കൊല്ലലുമെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പട്ടിണി ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ആയത്തും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ശൈഖുൽ ഇസ്ലാം പറയുന്നത് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ നമ്മളുടെ ജീവിതത്തെ സംശുദ്ധമാക്കുക. തീർച്ചയായും തിന്മകൾ എന്ന് പറയുന്നത് അത് നമ്മളെ നമ്മളുടെ ദീനിൽ നിന്ന് പുറത്തേക്ക് എടുത്തെറിയുന്നതാണ്. തിന്മകൾ നമ്മളുടെ ജീവിതത്തിൽ അധികരിക്കുക എന്നത് നമ്മളറിയാതെ നമ്മളുടെ ദീനിൽ നിന്നും കാഫിറായി പോകുന്ന
കുഫറിലേക്ക് നമ്മൾ എത്തിപ്പോകുന്ന അവസ്ഥയാണ്. പലപ്പോഴും പല ആളുകളും തിന്മകളിൽ മുഴുകി ജീവിച്ച ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അവരൊന്നും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുന്നു. എന്തേ കാരണം അറിയുകയില്ല. പലപ്പോഴും അതിനുള്ള കാരണങ്ങൾ അവൻ രഹസ്യത്തിൽ ചെയ്തു വച്ചിരുന്ന തിന്മകളായിരുന്നുവെന്ന് അവനോട് ചോദിച്ചാൽ മനസ്സിലാകും. അവൻ രഹസ്യത്തിൽ റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തതിന്റെ പ്രതിഫലങ്ങളാണ് പിന്നീട് കുഫറായും ഷിർക്കായും അവനിൽ വന്നുപോയത് എന്ന് നമുക്ക് അവന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് സഹോദരങ്ങളെ. അതിനാൽ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ഏറ്റവും വലിയ തിന്മകളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പഠിപ്പിച്ച ഈ കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക, അകറ്റി നിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പല രാജ്യങ്ങളിലും ഫലസ്തീനിലാകട്ടെ അതുപോലെ തന്നെ മറ്റു നാടുകളിലാകട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ മാറ്റി നൽകുമാറാകട്ടെ. അവർക്ക് സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈമാനോടുകൂടി മരിക്കാൻ നമുക്കും അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്ന ഏതൊരു സംഘത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് പാഠമാകുന്ന രീതിയിൽ അല്ലാഹു അവൻ്റെ നടപടികൾ അവനിൽ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക വഅഅദാഅ الدين يا أرحم الراحمين يا عزيز يا قدير والحمد لله رب العالمين.